അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണന നൽകി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിലും ഇതര മതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇതര പ്രത്യയ ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം ഇസ്ലാമിന്റെ ആ ഒരു കാഴ്ചപ്പാട് എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. സുബ്ഹാനല്ലാഹ്. അവസാനമായിട്ട് ഇപ്പൊ ശിക്ഷയും കാരുണ്യം, അതാണ് അവസാനമായിട്ട് ആറാമത്തെ വിഷയമായിട്ട് പരിശോധിക്കുന്നത്. അപ്പൊ ഇതിലും ലോകത്ത് രണ്ടറ്റങ്ങൾ സ്വീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. രണ്ട് രൂപത്തിലുള്ള നിലപാടുകൾ. ഒരു വിഭാഗം ആളുകൾ പറയും തീവ്രമായിട്ട് ചിന്തിച്ച് അതിക്രൂരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച നിരവധി ആളുകൾ, അതായത് കുറ്റവാളികൾക്ക് ഒരു മാപ്പും നൽകരുത്, അവരോട് ഒരു കാരുണ്യവും കാണിക്കരുതെന്ന് പറയപ്പെടുന്നതായിട്ടുള്ള നിരവധി പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങളും. പക്ഷെ അതേ സന്ദർഭത്തിൽ മറ്റൊരു മറുവശത്ത് കാരുണ്യം മാത്രമേ പറയാൻ പാടുള്ളൂ, അതായത് കാരുണ്യം എന്നുള്ളത് മാത്രം സംസാരിക്കുന്ന നിരവധി ആളുകൾ. ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പൊ ഇവിടെയും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വേറിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. ഇസ്ലാം രണ്ടറ്റത്തേക്കും പോകാതെ മധ്യമമായിട്ടൊരു നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചതായിട്ട് കാണുക. കാരണം എന്താന്ന് വെച്ചാൽ കാരുണ്യം കാണിക്കുക അല്ലെങ്കിൽ മാപ്പ് നൽകുക എന്നുള്ളത് എല്ലാ സന്ദർഭത്തിലും പ്രായോഗികമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, അത് പറയാൻ നല്ല സുഖമാണ്. പക്ഷേ എല്ലാ സന്ദർഭത്തിലും കാരുണ്യം മാപ്പും ഒന്നും നടപ്പിലാക്കാൻ സാധ്യമല്ല. ആ തത്വം പറയുന്ന ആളുകൾ, ഇപ്പോൾ ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ഒരു പെങ്ങളെ ആരെങ്കിലും വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അതേ തത്വം വെച്ച് മറ്റേ പെങ്ങളെയും അവരെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ സന്നദ്ധാവില്ല. അപ്പൊ വ്യക്തിതലത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അധിക ആളുകൾ സ്വാർത്ഥരായിട്ടാണ് നമ്മൾ കാണുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരാൾ തെറ്റ് ചെയ്താൽ അയാളോട് നമുക്ക് തിരിച്ചടിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതേ സന്ദർഭത്തിൽ അയാൾക്ക് മാപ്പ് നൽകാനും ഉള്ള അവകാശം വ്യക്തിക്ക് ഇസ്ലാം വെച്ചു കൊടുത്തു എന്നുള്ളത് സുബ്ഹാൻ, അത്ര മനോഹരം. അപ്പൊ എന്നോട് ഒരാൾ തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനും അദ്ദേഹത്തിന് മാപ്പ് നൽകാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇസ്ലാം വ്യക്തികൾക്ക് നൽകി. സൂറത്തു നഹ്ലിന്റെ 126-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ ആഖിബതും ആഖിബു ബിമിസ്ലി മാ ഉഖിബതും ബി. നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെയുണ്ടായ ശിക്ഷാ നടപടിക്ക് തുല്യമായ നടപടി നിങ്ങൾ സ്വീകരിക്കുക. എന്നോട് എന്താണോ ചെയ്തത് അതേ രൂപത്തിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാം. അതേപോലത്തെ, പക്ഷെ അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ അവിടെ പ്രത്യേകമായിട്ട് ഉണർത്തി, വല ഇൻ സബർതും ലഹു ഖൈറുൻ ലഹു. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്നോട് ഒരാൾ തെറ്റ് ചെയ്താൽ അദ്ദേഹം ചെയ്ത അതിന് തത്തുല്യമായിട്ടുള്ള നടപടി എനിക്ക് സ്വീകരിക്കാം. അതല്ലാതെ ഇസ്ലാമിനെ നമുക്കറിയാം, പേരിൽ ഇസ്ലാം സ്വീകരിച്ച നിരവധി തീവ്രവാദികളായിട്ടുള്ള ആളുകൾ, നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. ഇതെല്ലാം പരിശുദ്ധ ഖുർആന്റെ പ്രത്യക്ഷമായിട്ട് തന്നെ പരിശുദ്ധ ഖുർആനെതിരാണെന്ന് ഖുർആൻ ഒരു തവണ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്ന വസ്തുതയാണത്. അതായത് ലോകത്തുള്ള നിങ്ങൾ ഏതെങ്കിലും ഒരാളെ, നിരപരാധിയായിട്ടുള്ള ഒരാളെ നിങ്ങൾ വധിച്ചാൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഈ ഒരു തത്വം പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ അനുയായികൾ എങ്ങനെയാണ് നിരപരാധികളായിട്ടുള്ള ആളുകളെ വധിക്കാൻ സാധിക്കുന്നത്? അപ്പൊ ഇത് പരിശുദ്ധ ഖുർആനെ വ്യതിചലിച്ച ആളുകളാണ് ഈ രൂപത്തിലുള്ള അതായത് എനിക്ക് നേരെ അക്രമം ചെയ്താൽ എനിക്ക് തത്തുല്യമായിട്ടുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കാം. അവിടെ പ്രത്യേകമായിട്ട് അടിവരയിട്ടേണ്ട ഒരു കാര്യം, അത് വ്യക്തിതലത്തിലല്ല നമ്മൾ, മറിച്ച് പ്രത്യേകം മനസ്സിലാക്കുന്നത്, അതായത് എനിക്ക് സ്വയം തിരിച്ചടിക്കാനുള്ള അധികാരമല്ല, മറിച്ച് ഇസ്ലാമിക രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ സഹായത്തോടു കൂടെ വേണം നീ തിരിച്ചടിക്കാൻ. ഇതിനകത്ത് ഇസ്ലാമികേതര രാജ്യമാണെങ്കിൽ, അതായത് ഇപ്പൊ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്താണെങ്കിൽ ആ നിയമത്തിന്റെ സഹായത്തോടു കൂടെ ആ സഹായത്തോടെ മാത്രമേ ആ വ്യക്തിയെ നീ തിരിച്ചടിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നിയമം കയ്യിലെടുക്കാൻ വ്യക്തികൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. പ്രത്യേകം മനസ്സിലാക്കണം. ആ തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുകയും ചെയ്യണം. അതായത് നിങ്ങളോട് ഒരാൾ ഒരു അക്രമം പ്രവർത്തിച്ചാൽ തത്തുല്യമായിട്ടുള്ള ശിക്ഷാ നടപടി അദ്ദേഹത്തോട് സ്വീകരിക്കാം. അത് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള അർഹതയില്ല. ഇസ്ലാമിക രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ സഹായത്തോടു കൂടെ നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാം. ഇസ്ലാമികേതര രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ അവിടെയുള്ള നിയമങ്ങളെ നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. ആ നിയമത്തിലൂടെ വേണം നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടിക്ക് വേണ്ടി നിങ്ങൾ സമീപിക്കാൻ. അതല്ലാതെ നിയമം കയ്യിലെടുക്കാനുള്ള ഒരു അധികാരം ഇസ്ലാം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ആ ശിക്ഷാവിധികളിലുള്ള ഒരു ഭംഗി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇപ്പൊ ഈ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരാള് എന്നോട് എന്തെങ്കിലും ഒരു അക്രമം ചെയ്തു കഴിഞ്ഞാൽ ഭരണകൂടത്തിനല്ല അവിടെ സ്വാതന്ത്ര്യം, മറിച്ച് ഭരണകൂടം എന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കും എന്താണ് ഞാൻ ഇദ്ദേഹത്തെ ചെയ്യേണ്ടത്. അതായത് ഞാൻ ഭരണകൂടത്തോട് പരാതിപ്പെട്ടാൽ
ഭരണകൂടം എന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കും, ഈ കുറ്റവാളിക്കെതിരെ എന്ത് ശിക്ഷയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്? എനിക്കാണ് അതിന്റെ അവകാശം. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരാണ്. ആ പ്രതിക്ക് ശിക്ഷ കൊടുക്കണോ അതോ മാപ്പ് നൽകണോ എന്ന് സ്വീകരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആ ഇസ്ലാമിലുള്ളത് ആ വ്യക്തിക്കാണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ നൽകാൻ വേണ്ടി പറയാം, അതല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് മാപ്പ് നൽകാൻ, അതിന്റെ സ്വാതന്ത്ര്യം എനിക്ക് നൽകി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത്, നിങ്ങൾക്കെതിരെ അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അതേ രൂപത്തിലുള്ള അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള നടപടി അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് നൽകാം. അതിന്റെ പൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വ്യക്തികളിലേക്ക് ഇസ്ലാം നൽകി എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെയും മധ്യമമായിട്ടുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിച്ചതായിട്ട് കാണുക. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതേ രൂപത്തിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, തുടരെയുള്ള അതിക്രമങ്ങളെല്ലാം നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ അവർ പറയാറുണ്ട്, ഈ ലോകത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ടത് മുസ്ലിം നിയമങ്ങളായിരുന്നു എന്ന്. അതിന്റെ ആ ഒരു മഹത്വം കൊണ്ടാണ്. അതായത് എന്നോടൊരു അക്രമം, എന്റെ മകൾക്കെതിരെ ആരെങ്കിലും അനീതി പ്രവർത്തിച്ചാൽ ആ മകൾക്കെതിരെ അനീതി പ്രവർത്തിച്ചവനെതിരെ എതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ ഭരണകൂടത്തോട് ഞാനാണ് പറയുന്നത്. ശിക്ഷാ നടപടി നടപ്പിലാക്കണോ അയാൾക്ക് മാപ്പ് നൽകണോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്കാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമാണ് ഇസ്ലാമിക നിയമങ്ങൾ. ആ നിയമങ്ങൾ യഥാപ്രകാരം നടപ്പിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തുള്ള കുറ്റങ്ങളെയും അതേപോലെ അക്രമങ്ങളെയെല്ലാം എല്ലാ അർത്ഥത്തിലും നമുക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ലോകത്തത് കുറക്കാനെല്ലാം സാധിക്കുമായിരുന്നു. കാരണം പ്രപഞ്ചനാഥ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ നിയമങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പൊ അവിടെയും രണ്ടറ്റത്തേക്കും പോകാതെ കൃത്യമായിട്ട് മധ്യമമായിട്ടുള്ള ഒരു നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചതായിട്ട് കാണുക. ഇതേ രൂപത്തിൽ നിരവധി പറയാൻ സാധിക്കും. ഒരു ആറ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. സഹോദരങ്ങൾ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു മതത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആ മതത്തിന്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. അത് സൗജന്യമായിട്ട് ലഭിച്ചത് കൊണ്ട് തന്നെ അതറിയാൻ നമ്മൾ ശ്രമിക്കാറില്ല. അപ്പൊ സൗജന്യമായിട്ടൊരു കാര്യം ലഭിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വലിയ വില ഒന്നും കൽപ്പിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മുസ്ലിമായി ജനിക്കാനുള്ള സൗഭാഗ്യം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നന്ദി ചെയ്യുക, അല്ലെങ്കിൽ എന്നെ മുസ്ലിം ആക്കിയതിൽ അള്ളാഹുവിനോട് നന്ദി ചെയ്യുക. അതോടൊപ്പം ഈ ഒരു മതത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു സംഭവം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു പണ്ഡിതൻ അദ്ദേഹം സൂചിപ്പിച്ചൊരു അനുഭവം. അദ്ദേഹം അമുസ്ലിമായിട്ടുള്ളൊരു സ്ത്രീ, അവർ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു. അപ്പോൾ വലിയൊരു സദസ്സിൽ ആ മുസ്ലിം സ്ത്രീക്ക് ഈ പണ്ഡിതൻ അദ്ദേഹം ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തു. അപ്പൊ ഷഹാദത്ത് ചൊല്ലിക്കൊടുത്ത സന്ദർഭത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂൽ, ആ കലിമത്ത് അത് ആ സ്ത്രീക്ക് ഉച്ചരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കാൻ. അതായത് ഇസ്ലാമിലേക്ക് വരുന്ന ആ സ്ത്രീ, അവർക്ക് ഷഹാദത്ത് പോലും ഉച്ചരിക്കാൻ സാധിക്കില്ല, അത്രയേറെ അവർ പൊട്ടിക്കരയാൻ. കാരണം അത്രയേറെ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അത്ഭുതം എന്താന്ന് വെച്ചാൽ, ആ സദസ്സിൽ നിന്നും ആ കാഴ്ച കണ്ട് ആ സദസ്സിലുള്ള ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പൊ ആളുകൾക്കൊക്കെ അത്ഭുതം, എന്താണ് ഇവരെന്തിനാണ് കരയുന്നത്? ഈ സ്ത്രീ കരയുന്നതിന്റെ കാരണം എല്ലാവർക്കും അറിയാം. കാരണം ഇത്രയും കാലം കുത്തഴിഞ്ഞൊരു ജീവിതം നയിച്ച് ആ ഒരു വെളിച്ചത്തിലേക്ക് അവർ കടന്നു വരികയാണ്. അപ്പൊ ആ ഒരു സന്തോഷം കാരണം, അള്ളാഹുവിനോടുള്ള നന്ദി കാരണമാണ് അവർ കരയുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ സദസ്സിലുള്ള വൃദ്ധയായിട്ടുള്ള സ്ത്രീ എന്തിനാണ് കരയുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. അവസാനം ആ സദസ്സ് പിരിഞ്ഞതിന് ശേഷം ആ പണ്ഡിതൻ ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ കരഞ്ഞത്? നിങ്ങൾ എന്തിനാണ് ആ കാഴ്ച കണ്ട് കരഞ്ഞത്? ആ വൃദ്ധയായിട്ടുള്ള ആ സ്ത്രീ പറഞ്ഞ മറുപടി, സഹോദരങ്ങളെ, ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ടതായിട്ടുള്ള ചോദ്യമാണ്. ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീ പറഞ്ഞു, കഴിഞ്ഞ 60 വർഷമായിട്ട് ഈ ഇസ്ലാമിനകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ 60 വർഷത്തിലുടനീളം എന്റെ മതത്തെക്കുറിച്ച് പഠിച്ച് എന്റെ മതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതേ രൂപത്തിൽ ഒരിക്കൽ പോലും കരയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ സ്ത്രീ ഇന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത്, അവർ ഇന്ന് ഇസ്ലാം സ്വീകരിക്കാൻ. ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഇത്രയേറെ കരയാൻ സാധിക്കുന്നു. പക്ഷേ അതേ ആദർശം കഴിഞ്ഞ 60 വർഷം കൊണ്ടു നടന്നിട്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും കരയാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്നാണ് ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീ നൽകിയ മറുപടി. അപ്പം അത്രയും വലിയ സൗഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. പക്ഷേ അത് ഫ്രീ ആയിട്ട് ലഭിച്ചത് കൊണ്ട് തന്നെ അതിന്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോയി. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇസ്ലാമിനെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചു വരുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞുതരും അതിന്റെ വില. ആത്മാർത്ഥമായിട്ട് മതത്തെ ആഴത്തിൽ പഠിക്കാനും
ആ മതം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ സ്വർഗ്ഗരാജ്യം അല്ലെങ്കിൽ ആ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.